നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഒരു ചർച്ച? എടാ മോനെ, എൻഗേജ്മെന്റിന്റെ മോതിരം കാണുന്നില്ല. ഇതിനകത്താ വെച്ചിരുന്നത്. കാണാനില്ലെന്നോ? അതേടാ മോനെ, ഞാനിവിടെ എല്ലായിടത്തും നോക്കി. ഇതാരോ അടിച്ചു മാറ്റിയതാ. ഇവിടെ മോതിരം ആരും അടിച്ചു മാറ്റാനാ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും മോതിരം ആരോ എടുത്തു. ഗോവിന്ദേ, വെറുതെ ആലോചിച്ചിട്ട് സമയം കളയണ്ട. നീ വേഗം പോയി മറ്റൊരു മോതിരം മേടിച്ചോണ്ട് വാ. അതാ ഞാനും ആലോചിക്കുന്നേ. ഇനി നോക്കി സമയം കളയാനില്ല. നീ വാ, നമുക്ക് വേറൊരെണ്ണം പെട്ടെന്ന് വാങ്ങിട്ട് വരാം. എന്നാ വാങ്ങളെ. പോയിട്ട് വരാം മകളെ. എന്നാലും ലച്ചുവിന് അണിയിക്കാനുള്ള മോതിരം ഇതൊരു ദുർനിമിത്തമാണല്ലോ ഈശ്വര. മോതിരം ഇല്ലാതെ എങ്ങനെ വിവാഹ നിശ്ചയം നടത്തിവെക്കാന്? മംഗലശ്ശേരിയിൽ ഇനി നടക്കാൻ പോകുന്ന നാടകം അതാ. ആ മോതിരം തന്നെയാണോ അവൾ അടിച്ചു മാറ്റാൻ പോകുന്നത്? അതുറപ്പാണോ? നടക്കുന്ന കാര്യം വല്ലോ നീ പറകൂരി. ഏട്ടനെന്താ അതിലൊരു സംശയം? നീ നിരാശയാകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ബാഗിൽ നിന്ന് ആ മോതിരം കിട്ടിയില്ലെങ്കിലോ? മോതിരം ബാഗിൽ തന്നെ ഉണ്ടാവും. നിശ്ചയത്തിന് ധരിക്കുന്ന മോതിരം കണ്ട അവക്കറിയില്ലേ? എന്ത് വില കൊടുത്തും സുനന്ദ അത് കൈക്കലാക്കും. ഏട്ടൻ അയാളെ വിളിച്ച് റെഡിയായി നിൽക്കാൻ പറ. മോതിരം സുനന്ദയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. ആ ഏട്ടാ, സുനന്ദയുടെ കോൾ വെയിറ്റിംഗ്. ഏട്ടൻ വെച്ചോ. ശരി. ആ എന്തായി? മാഡം, ഓപ്പറേഷൻ സക്സസ്. നിശ്ചയത്തിന്റെ മോതിരം എന്റെ കയ്യിലുണ്ട്. അല്ല, മോതിരം നഷ്ടമായ വിവരം അവരറിഞ്ഞോ? ആ, അറിഞ്ഞു. അല്ല, അടുത്ത നീക്കം എന്താ? മോതിരം നഷ്ടമായതറിഞ്ഞ് ഗോവിന്ദും അവന്റെ അമ്മാവനും ജുവലറിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. നീ വെച്ചോ, ഞാനേ ഏട്ടനെ വിളിച്ച് വിവരം പറയട്ടെ. ആ പിന്നെ നിഴൽ പോലും മംഗലശ്ശേരിയിലെ മുക്കിലും മൂലയിലും നിന്റെ സാന്നിധ്യം ഉണ്ടാവണം. വിളിക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ മെസ്സേജ് ഇടണം. ആ, അങ്ങനെ ചെയ്യാം മാഡം. ശരി. സമയം വൈകി, വേഗം വാ. ഏത് ജ്വല്ലറിന്നാ ആദ്യം മോതിരം വാങ്ങിയത്? അവിടെ തന്നെ പോവാ. അത് നമ്മുടെ ജംഗ്ഷൻ അടുത്തുള്ള ഒരു ജ്വല്ലറിയാ. നീ വാ വാ. ആ പറകൂരി, എന്തായി നീക്കങ്ങൾ? വല്ല പ്രതീക്ഷയുണ്ടോ? ഗോവിന്ദും അവന്റെ ഒരു റിലേറ്റീവും കൂടി മോതിരം വാങ്ങാൻ ജുവലറിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. സത്യമാണോ നീ പറയുന്നത്? ആശ്ചര്യപ്പെട്ട് നിൽക്കാനുള്ള സമയമല്ലിത്. ഏട്ടൻ ആ ഗുണ്ടയെ വിളിച്ച് അവരെ ഫോളോ ചെയ്യാൻ പറ. ആ പിന്നെ ഗോവിന്ദിന്റെ ഫോട്ടോ അയാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ സെറ്റാ. അവനെ ഒന്ന് പുറത്ത് കിട്ടിയാ മതി. അഗ്നി കണ്ട് പറന്നു വന്ന പ്രാണിയാ ഗോവിന്ദ്. അവനില്ലാതാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. എന്ത് ചെയ്യാം, മരിക്കാൻ തന്നെയാ അവന്റെ വിധി. തീർക്കാൻ തന്നെ പറയട്ടെ. ഒന്നും നോക്കാനില്ലെന്ന് ഏട്ടൻ പറഞ്ഞേക്ക്. ശരി. തീയിലേക്ക് പറന്നു വന്ന കത്തിച്ചാരമാവാതെ എന്ത് ചെയ്യും? പാവം. എന്തായാലും ആ മോതിരം എങ്ങോട്ട് പോയി മോനെ? എന്തോ അപശകുനം പോലെ അങ്ങളെ എനിക്ക് തോന്നുന്നത്. അതാരോ അടിച്ചു മാറ്റിയത് തന്നെയാ. പക്ഷെ നമുക്കത് പറയാൻ പറ്റുമോ?
താങ്ക് യു സർ. ശരി, നടക്കങ്ങളെ. ഉം. താങ്ക് യു. വെൽക്കം. നീ കാറിലോട്ടിരിക്കുക, ഞാനിപ്പോ വരാം. ഒരു സിഗരറ്റ് കിട്ടുമോ നോക്കട്ടെ. ഓക്കെ, ശരി. വണ്ടിയുടെ അയ്യോ മോനെ. ഹലോ, എപ്പോ? എന്താടാ അമ്മേ, ഗോവിന്ദന എന്താടാ? ഒരു ആക്സിഡന്റ്. മോനെ, മോളെ, കരയല്ലേ? ഒന്നും ഉണ്ടായി കാണില്ലേ മോളെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.